നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ കഷ്ടതകളും കഷ്ടപ്പാടുകൾക്കുമൊടുവിൽ ചതിക്കപ്പെടുന്ന ചില വ്യക്തികളുടെ ജീവിതം നമ്മുടെയൊക്കെ മനസ്സുകളിൽ വളരെയധികം നൊമ്പരമുണ്ടാക്കാറുണ്ട്. ഇവിടെ 30 ലക്ഷം രൂപയുമായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ 30 ലക്ഷം രൂപ ഭർത്താവ് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. ഭാര്യ നാട്ടിലുള്ള മക്കളുടെ ഡാൻസ് മാസ്റ്ററുമായി ഒളിച്ചോടിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എത്രയധികം വേദനാജനകമായിട്ടൊരവസ്ഥയാണെന്ന് ചിന്തിച്ച് നോക്കുക. പ്രവാസികളുടെ കഷ്ടപ്പാട് ഓരോ മനുഷ്യനും അറിയാം. വെയിലത്തും അത്രയധികം സങ്കടത്തോടുകൂടി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രവാസ ലോകത്ത് ജീവിതം നയിക്കുന്നത്. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും കരകയറുന്നതിന്, ഒരു ഭവനം നിർമ്മിക്കുന്നതിന് നിരവധി ആഗ്രഹങ്ങളുമായിട്ട് പ്രവാസ ലോകത്ത് എത്തിപ്പെടുന്ന മനുഷ്യർ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അടിയറവ് വെച്ചിട്ടാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ ഇതൊന്നും മനസ്സിലാകാത്ത നാട്ടിൽ സുഖലോലുപയായി കഴിയുന്ന ഭാര്യമാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണകളുമില്ല. അയച്ചു കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ ഏതെങ്കിലും ആണുങ്ങളുടെ കൂടെ ചിലവഴിച്ചുകൊണ്ട് അവരുടെയൊക്കെ പിറകെ നടന്ന് ജീവിതം കളയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. കുഞ്ഞുങ്ങളാണ് ഇതിൽ അനാഥമായി മാറുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുള്ള ഈ സ്ത്രീയാണ് ഡാൻസ് മാസ്റ്ററുടെ ഒപ്പം ഒളിച്ചോടിയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നിരിക്കുന്ന ഭർത്താവ്. ഇത്തരത്തിലുള്ള നിരവധി സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്ന ചില ഭർത്താക്കന്മാർക്ക് അനുഭവങ്ങളാകാറുണ്ട്. സ്വന്തം കാശ് നഷ്ടപ്പെടുന്നതോടൊപ്പം സ്വന്തം കുടുംബവും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് പലപ്പോഴും ഗതി മാറാറുണ്ട്. മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് പോലും ഇല്ലാതെയാകുന്ന ചില അവസ്ഥകളാണ് നേരിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. ഭാര്യമാർക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ച് ഒരു വിധത്തിലുമുള്ള ധാരണയില്ലാതെ കാണുന്ന ഏതെങ്കിലുമൊക്കെ ആണുങ്ങളുടെ പിന്നാലെ ഒളിച്ചോടിപ്പോവുക, സ്വന്തം കുഞ്ഞുങ്ങളും അതിൽ ബലിയാടാക്കപ്പെടുക. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ ഈ നാളുകളിൽ അധികമായിട്ട് കേൾക്കാറുണ്ട്. കാരണം മൊബൈൽ ഫോണുകളുടെ കൂടെ വരവോടുകൂടി ഫോണിൽ കുത്തിയിരുന്ന് സമയം ആവശ്യത്തിനുണ്ട്, സാമ്പത്തികം ആവശ്യത്തിനുണ്ട്, മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട. അതുകൊണ്ട് തന്നെയും കാണുന്നവന്മാരുടെയൊക്കെ പിറകെ നടന്നു പോകുന്ന ഈ ഭാര്യമാരുടെ ശീലം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചതികൾ എന്നാണ് അവസാനിക്കുക? പ്രവാസികളുടെ നൊമ്പരം മാത്രം ബാക്കിയാകാറുണ്ട്. കുഞ്ഞുങ്ങളും ഇതിനിടയിൽപ്പെട്ട് വളരെയധികം വേദനിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പൻ്റെ കൂടെ നിൽക്കണോ, അമ്മയുടെ കൂടെ നിൽക്കണോ? ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. ചില ഭാര്യമാരും ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നു. ഭർത്താക്കന്മാർ ചിലപ്പോൾ ഈ കാശുമായിട്ട് ധൂർത്തടിച്ച് നടക്കുന്ന ചില സന്ദർഭങ്ങളും കാണാൻ സാധിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെ മനോഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയും പ്രവാസികൾ വളരെയധികം ജാഗ്രതയോടുകൂടി ജീവിക്കാൻ ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന പണം ഒരിക്കലും പങ്കാളിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാതെ സ്വന്തം അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് അത് ആവശ്യം വരുമ്പോൾ ഭവന നിർമ്മാണത്തിനോ കുഞ്ഞുങ്ങളുടെ പഠനത്തിനോ ഒക്കെയായിട്ട് ചിലവഴിക്കുന്നതിന് സ്വന്തമായിട്ട് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുക. മറ്റൊരാളുടെ കയ്യിലേക്ക് ആ പണം മാറിയതിനു ശേഷം അത് നഷ്ടപ്പെട്ടു എന്ന് വിലപിച്ചാൽ അതൊരിക്കലും തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. കേസും കോടതിയുമായിട്ട് നാളുകളൊക്കെ കഴിഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെയും സ്വന്തമായി അധ്വാനിക്കുന്ന പണം അവരവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ട് ആവശ്യമുള്ള പണം മാത്രം അയച്ചു കൊടുത്ത് അവരെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാനായിട്ട് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം ജീവിതം മുൻപോട്ട് പോകാൻ. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചതിയിൽപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് സമ്പാദ്യവും നഷ്ടപ്പെട്ട് കുടുംബവും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നതും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് ആത്മഹത്യ വരെ എത്തിച്ചേരാനുള്ള എല്ലാ പ്രവണതകളും കാണാനും അത് മനസ്സിലാക്കാനും സാധിക്കേണ്ടതായിട്ട് വരും.